നമസ്തേ. പപ്പു എന്ന വിളിപ്പേരുള്ള ആർജി എന്ന മാസ് പേരിനുടമ മിസ്റ്റർ രാഹുൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. മോന്റെ വിനീത വിധേയ അടിമക്കൂട്ടങ്ങളെ ഒന്നും കണ്ടില്ല. ചോദ്യങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി എന്ന മോന്റെ അമ്മൂമ്മയുടെ അസോസിയേഷനിലെ നിഗൂഢതകളെ കുറിച്ചായിരുന്നു. ഞാൻ ഇന്ന് വന്നത് 21 മെയ് 1991 നടന്ന ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാനും ചില ചോദ്യങ്ങൾ ചോദിക്കുവാനും വേണ്ടിയാണ്. അണ്ണനും അണ്ണന്റെ പരിവാരങ്ങളും ഇപ്പോൾ രാജ്യത്തിനോട് വാവിട്ട് ചോദ്യം ചോദിച്ച് സ്വയം അപഹാസ്യനാകുന്ന തിരക്കിലാണെന്നറിയാം. എന്നാലും ചോദിക്കാം. തമിഴ്നാട് പ്രചരണ പരിപാടിയിൽ ശ്രീ പെരുമ്പൊതൂർ അവസാന നിമിഷം ഉൾപ്പെടുത്തിയത് ആരായിരുന്നു? എന്തിനു വേണ്ടിയായിരുന്നു? റോയുടെ ഒരാഴ്ച മുന്നേയുള്ള മുന്നറിയിപ്പുകൾ മറികടന്ന് എന്തുകൊണ്ട്? ആർക്കു വേണ്ടി? പട്നാലിയാണാർ എന്ന ധന്യ എങ്ങനെ സുരക്ഷാ വലയത്തിനുള്ളിൽ എത്തി? ആരാണ് അതിനെ സഹായിച്ചത്? അന്നേ ദിവസം SPG സുരക്ഷാ കവചം ഒരുക്കിയത് എന്തുകൊണ്ട്? ആരുടെ നിർദ്ദേശപ്രകാരം? തമിഴ്നാട് പോലീസ് നിഷ്ക്രിയരായത് എന്തുകൊണ്ട്? ഒരു മനുഷ്യ ബോംബിനെ എങ്ങനെ ഇത്രയും സുപ്രധാന വ്യക്തിയെ സമീപിക്കാൻ കഴിഞ്ഞു? ഇന്ത്യയിൽ ആർക്കെങ്കിലും LTTE സഹായിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ ആരാണ്? CBI SIT അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായും പ്രസിദ്ധീകരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? LTTE ഹാൻഡലർ രവിചന്ദ്രനെ പോലുള്ളവരെ വിട്ടയച്ചത് എന്തുകൊണ്ടാണ്? ആരുടെ നിർദ്ദേശപ്രകാരമാണ് വിട്ടയച്ചത്? ജെയിൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ സമ്മർദ്ദം കാരണം പുറത്തുവിടാതിരുന്നത് എന്തുകൊണ്ട്? ഏത് രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഇവിടെ ഉണ്ടായത്? LTTEയുടെ സൂയിസൈഡ് ബോംബ് സ്ക്വാഡ് തെക്കേ ഇന്ത്യയിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ള രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് ലഭിച്ചില്ലായിരുന്നോ? ഏപ്രിൽ മെയ് മാസങ്ങളിൽ എന്തുകൊണ്ട് ഈ റിപ്പോർട്ടുകൾ അവഗണിച്ചു? സോണിയ, രാഹുൽ എന്നിവർ എന്തെങ്കിലും സംശയങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് നൽകിയിരുന്നോ? നൽകിയെങ്കിൽ അതിന് എന്ത് ഫോളോ അപ്പ് ആണ് സ്വീകരിച്ചത്? രാജീവ് ഗാന്ധിയുടെ രാഷ്ട്രീയ ഉയർച്ച കോൺഗ്രസിൽ അസ്വസ്ഥത പടർത്തിയിരുന്നോ? LTTEക്ക് രാജ്യാന്തര സഹായം ലഭിച്ചിരുന്നോ? ഇനി ചില ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. സ്ഫോടന സ്ഥലത്തെത്തിയ സോണിയാഗാന്ധി രാജീവിന്റെ ഷൂസിനും റെസ്റ്റ് വാച്ചിനും വേണ്ടി ശാഠ്യം പിടിച്ചത് എന്തിനായിരുന്നു? സ്ഫോടന സമയത്ത് രാജീവിനോടൊപ്പം ഒരു പ്രധാന നേതാവ് പോലും ഇല്ലാതിരുന്നത് എന്തുകൊണ്ട്? താക്കർ കമ്മീഷൻ റിപ്പോർട്ട് എന്തുകൊണ്ട് പൂഴ്ത്തപ്പെട്ടു? DNA ടെസ്റ്റിന് രാഹുലിന്റെ ബ്ലഡ് സാമ്പിൾ കൊടുക്കാൻ സോണിയ വിസമ്മതിച്ചത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിനകത്തെ ചില നേതാക്കൾക്ക് LTTEയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നത് ശരിയാണോ? നെഹ്റു കുടുംബം രാഷ്ട്രപതിക്ക് രാജീവ് ഗാന്ധിയുടെ കൊലയാളികൾക്ക് നിരുപാധികം മാപ്പ് നൽകി ശിക്ഷയിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കത്തെഴുതിയത് എന്തിനായിരുന്നു? 2008 മാർച്ച് 19 രാജീവിന്റെ കൊലയാളികളിൽ കൊടും ഭീകരയായ നളിനി ശ്രീഹരനെ തമിഴ്നാട്ടിലെ വെള്ളൂർ വനിതാ സെൻട്രൽ ജയിലിൽ പോയി കണ്ട് നീണ്ട സമയം ചർച്ച ചെയ്തത് എന്തായിരുന്നു? പ്രിയങ്കയുടെ ആ നീണ്ട സന്ദർശന സമയത്തിലെ പ്യോർലി പേഴ്സണൽ ആൻഡ് സ്പിരിച്വൽ ഇൻ നേച്ചർ എന്തായിരുന്നു? ഇതിനുത്തരം തരുവാൻ പപ്പുവിന് കഴിയുമോ? ഒപ്പം ചോദിക്കട്ടെ, കുറച്ചേറെ വർഷങ്ങളായി അമ്മയും മോനും ഇപ്പോൾ അനിയത്തിയും പാർലമെന്റിലുണ്ടല്ലോ. ഈ രണ്ട് കാര്യങ്ങളിലെയും നിഗൂഢത ഒന്ന് വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയുമോ? പറ്റില്ല എന്നറിയാം. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന വിഡ്ഢിത്തരം ആര് കാണിക്കും? മോൻ കുറച്ചുകൂടി ഒന്ന് ഓർത്തു നോക്കൂ. അമ്മച്ചി, അതായത് സോണിയാഗാന്ധി, നെഹ്റു കുടുംബത്തിൽ കാലെടുത്ത് വെച്ച് കഴിഞ്ഞ് നടക്കുന്ന മൂന്നാമത്തെ ദുരൂഹമരണമാണ് തന്റെ അച്ഛൻ രാജീവിൻ്റെത്. ആദ്യം കുടുംബത്തൊരു വിമാനം തകർന്നായിരുന്നു. അറിയോ ആരാണ് മരിച്ചതെന്ന്? SG. മോനെ SG എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി എന്നേ അറിയൂ. സഞ്ജയ് ഗാന്ധിയായിരുന്നു ആ വടയക്ഷി ആ കുടുംബത്തിൽ ആദ്യം വകവരുത്തിയത്. എന്നാൽ പിന്നെ പ്രിയപ്പെട്ട പപ്പു, താങ്കളുടെ കോമളിത്തരങ്ങളുമായി മുന്നോട്ട് പോയിക്കോളൂ.